കാൽവരിയുടെ നിഴല് അവൻ്റെ മേലിങ്ങനെ പടർന്നു കയറുന്നത് മറിയം കാണുന്നുണ്ട്. മറിയം എന്തൊക്കെയായിരിക്കും അവളുടെ മകനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുന്നത്? ശിഷ്യത്വം, ഉയർച്ച താഴ്ചകളിൽ ഗുരുവിനോടൊപ്പം നടക്കുന്നതാണ്. എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുകയും ഏറ്റുപറയുകയും സ്നേഹിക്കുകയും ചെയ്യുകയും, കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ സൗകര്യപൂർവ്വം അവനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു ആത്മീയ ശൈലി ജീവിക്കുന്ന നമുക്ക് മറിയം മാതൃകയാണ്. നീ പ്രാർത്ഥിക്കുന്നു, വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തേക്കണേ, ആത്മീയ മേഖലയിൽ മത്സരങ്ങൾ പിടിമുറുക്കുന്നുണ്ടോ? നമുക്ക് ചിലപ്പോഴൊക്കെ പറ്റുന്ന അപകടം, ഒരു ദൈവാനുഭവം ഉണ്ടായി, ഒരു ദർശനം കിട്ടി, ഒരു പ്രാർത്ഥന ഇഫക്റ്റീവായി, കർത്താവ് തൊട്ടു, നല്ലത്. പക്ഷേ ആ അനുഭവത്തിൻ്റെ ഓർമ്മകളിൽ രമിച്ച് ജീവിക്കുകയാണോ? അതോ അവിടുന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടോ? ഒരു പുണ്യദിനത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന തിരുവചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. ഇതാ കർത്താവിൻ്റെ ദാസേ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയുടെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ വഴികളിൽ പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ബത്ലഹേമിലെ ദാരിദ്ര്യത്തിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും ഈശോയുടെ കുരിശുമരണത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ മറിയം പ്രത്യാശ വച്ചിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ മറിയത്തെ പ്രത്യാശയുടെ നക്ഷത്രമായി വിശേഷിപ്പിച്ചത്. ഇരുണ്ട രാത്രിയിൽ വഴി കാട്ടുന്ന നക്ഷത്രം പോലെ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുകളിലും പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് നയിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും എന്തുതന്നെയായാലും പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് പോലെ നമുക്കും പറയാം. പ്രത്യാശ കൈവിടരുത്, ദൈവം എൻ്റെ ഒപ്പമുണ്ട്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കും ഈശോയിലേക്ക് നടക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ വെളിച്ചം നിറയ്ക്കണമേ. ദുഃഖങ്ങളിൽ തളരാതെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും രാജ്യത്തെയും കാത്തുകൊള്ളണമേ. ഞങ്ങളെയും സ്വർഗീയ മഹത്വത്തിലേക്ക് നയിക്കണമേ.